സിനിമ എന്നാൽ ഒരു മായിക ലോകമാണ്. പണത്തിൻ്റെയും പ്രശസ്തിയുടെയും നടുവിൽ ജീവിതം ആസ്വദിക്കുന്നവർ. അവിടെ മദ്യവും ലഹരിയും വഴിവിട്ട പല ഇടപാടുകളും മുറ പോലെയുണ്ട്. ഇങ്ങനെ ജീവിതം തന്നെ കൈവിട്ടുപോയ ഒട്ടേറെ പ്രതിഭകളുണ്ട് മലയാള സിനിമയിൽ. അതുപോലെ താരപരിവേഷത്തിനൊപ്പം വിവാദങ്ങളും വേട്ടയാടിയ നടനാണ് ഷൈൻ ടോം ചാക്കോ. സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് 2015 കൊക്കെയിൻ കേസിൽ പിടിക്കപ്പെട്ടത്. എന്നാൽ 10 വർഷത്തിന് ശേഷം തെളിവുകളുടെ അഭാവത്തിൽ ആ കേസിൽ കുറ്റവിമുക്തനായി. അതിനിടെ സിനിമയിലെ ലഹരിയുമായി ബന്ധപ്പെട്ട് പല കഥകളിലും പ്രതിനായകൻ. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പ്രതി തസ്ലീമയുമായുള്ള ബന്ധം, നടി വിൻസി അലോഷ്യസിൻ്റെ വെളിപ്പെടുത്തൽ, ഒടുവിൽ പോലീസിനെ കണ്ട് ഹോട്ടലിൽ നിന്നുള്ള സാഹസിക ചാട്ടത്തിൽ കുടുങ്ങി. ഇത്തവണ ഷൈൻ ടോമിനെ അഴിക്കുള്ളിലാക്കാൻ പോലീസിന് കഴിയുമോ? ലഹരി കേസിൽ ഇനി ആരൊക്കെ കുടുങ്ങും? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് 4 മണിക്കൂറോളം നീണ്ട നാടകീയ ചോദ്യം ചെയ്യൽ, ഒടുവിൽ അറസ്റ്റും ജാമ്യവും. മയക്കുമരുന്ന് ഉപയോഗം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ 3 വകുപ്പുകൾ ചുമത്തിയാണ് നടൻ ഷൈൻ ടോം ചാക്കോയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസിനെ കണ്ട് കൊച്ചിയിലെ ഹോട്ടലിൽ നിന്നും സാഹസികമായി ചാടി രക്ഷപ്പെട്ട താരത്തിൻ്റെ എല്ലാ പ്രതിരോധവും ചോദ്യം ചെയ്യലിൽ പാളി. വാട്സാപ്പ് ചാറ്റുകളും ഫോൺ കോളുകളും ഗൂഗിൾ പേ ഇടപാടുകളും പരിശോധിച്ചതോടെ ലഹരി സംഘങ്ങളുമായുള്ള ബന്ധം പുറത്തു വന്നു. മട്ടാഞ്ചേരി മാഫിയിലെ പ്രധാനി ഷജീറുമായുള്ള ഇടപാടുകളെക്കുറിച്ച് സമ്മതിക്കേണ്ടി വന്നു. മെത്താഫിറ്റമിനും കഞ്ചാവും ഉപയോഗിക്കുമെന്ന് തുറന്നു പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച നടനെ വീണ്ടും ചോദ്യം ചെയ്യാനും പോലീസ് നോട്ടീസ് നൽകി. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചന. നാല് മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഷൈൻ ടോം ചാക്കോയെ പോലീസ് ലഹരി കേസിൽ അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായ നടൻ ചോദ്യം ചെയ്യലിൽ പലതും നിഷേധിച്ചു. ലഹരി ഇടപാടുകാരെ അറിയില്ലെന്നായിരുന്നു നടന്റെ ആദ്യ മറുപടി. എന്നാൽ ഷൈൻ ടോം ചാക്കോയുടെ ഫോൺ വിളി വിവരങ്ങളും സന്ദേശങ്ങളും ഉൾപ്പെടെ നിരത്തി പോലീസ് ചോദ്യം ചെയ്തതോടെ അദ്ദേഹം പതറി. ലഹരി ഇടപാടുകാരനായ സജീറുമായി ഷൈൻ ടോം ചാക്കോ ഗൂഗിൾ പേ വഴി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിൻ്റെയും ആശയവിനിമയം നടത്തിയതിൻ്റെയും തെളിവുകളാണ് പോലീസ് കണ്ടെത്തിയത്. ഇത് മുന്നിൽ വെച്ച് ചോദ്യം ചെയ്യൽ തുടർന്നതോടെ ഷൈൻ ടോം ചാക്കോയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. കഞ്ചാവും മെത്താഫെറ്റമിനും ഉപയോഗിക്കുമെന്ന് ഷൈൻ ടോം ചാക്കോ മൊഴി നൽകി. ലഹരി മരുന്ന് എത്തിച്ചു നൽകുന്നത് സിനിമയിലെ അസിസ്റ്റന്റ്മാരാണെന്നും ഷൈൻ പറഞ്ഞു. ലഹരി മരുന്ന് ഇടപാടുകാരൻ സജീറിനെ അറിയാമെന്ന് ഷൈൻ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചതായാണ് വിവരം. ഷൈനിന്റെ ഫോണിൽ നിന്ന് ലഹരി മരുന്ന് ഇടപാടുകാരുമായുള്ള ബന്ധത്തെപ്പറ്റി സൂചന ലഭിച്ചെന്നും വിവരമുണ്ട്. അത് കുറച്ച് ഉത്തമ ബോധ്യങ്ങളിൽ കൂടി ചെയ്യുന്നതാണ്. അത് ബാക്കിയുള്ള നോക്കിയതിനു ശേഷം ചെയ്യാം. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമിയെ അറിയാമെന്നും മൊഴിയിലുണ്ട്. ഷൈനിനെതിരെ NDPS ആക്ടിലെ 27, 29 വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. ലഹരി ഉപയോഗത്തിനും ഗൂഢാലോചനയ്ക്കുമാണ് കേസ്. ഹോട്ടലുകളിൽ താമസിച്ചിരുന്ന ദിവസങ്ങളിൽ ഷൈനിനെ സന്ദർശിച്ചവരുടെ പട്ടികയും പോലീസിന്റെ പക്കലുണ്ട്. അടുത്തയിടെ ഷൈൻ കേരളത്തിന് പുറത്തേക്ക് നടത്തിയ യാത്രകളുടെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു. ഷൈനുമായി ബന്ധപ്പെട്ട എക്സൈസിന് കിട്ടിയ വിവരങ്ങളും പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇതടക്കം നിരത്തിയാണ് ഷൈനിനെ ചോദ്യം ചെയ്തത്. പോലീസിന്റെ ഡാൻസ് ഓഫ് ടീം പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് ഷൈൻ ടോം ചാക്കോ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ നിന്ന് ചാടിയോടി രക്ഷപ്പെട്ടത്. സംഭവ ദിവസം രാവിലെ ഒരു ഓട്ടോറിക്ഷയിലാണ് ഷൈൻ ടോം ചാക്കോ ഹോട്ടലിലെത്തിയത്. ഇതിന് പിന്നാലെ തൃശൂർ സ്വദേശിനിയായ ഒരു യുവതിയും ഹോട്ടൽ മുറിയിലെത്തി. രാത്രി 7 മണിവരെ ഇവർ ഹോട്ടൽ മുറിയിലുണ്ടായിരുന്നു. ഇതിനുശേഷം 2 പേർ കൂടി ഹോട്ടൽ മുറിയിൽ വന്നുപോയതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അതേസമയം ഷൈൻ താമസിച്ചിരുന്ന മുറിയിൽ പോലീസ് പരിശോധനയ്ക്കെത്തിയപ്പോൾ മലപ്പുറം സ്വദേശിയായ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് മുറി വിശദമായി പരിശോധിച്ചെങ്കിലും ലഹരി വസ്തുക്കളൊന്നും കണ്ടെത്താനായില്ല. കൊച്ചിയിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം ഷൈൻ ടോം ചാക്കോ തമിഴ്നാട്ടിലേക്കാണ് കടന്നതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് പോലീസ് നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ ശനിയാഴ്ച രാവിലെ നടൻ ചോദ്യം ചെയ്യലിന് ഹാജരായത്.
അഭിഭാഷകർക്കൊപ്പമാണ് നടൻ രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. 3 മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഒരു ഫോൺ മാത്രമാണ് ഹാജരാക്കിയത്. ഹോട്ടലിൽ വന്ന പോലീസ് സംഘം ഗുണ്ടകളാണെന്ന് സംശയിച്ചാണ് ചാടി രക്ഷപ്പെട്ടതെന്നായിരുന്നു നടൻ നൽകിയ മൊഴി. മലപ്പുറം സ്വദേശി മുർഷിദ കേസിൽ 2ാം പ്രതിയാണ്. ഷൈൻ ടോം ചാക്കോയുടെ ആന്റി ഡോപ്പിംഗ് ടെസ്റ്റിന്റെ ഫലങ്ങളും കേസിൽ നിർണായകമാകും. അതേസമയം നടി വിൻസിയുടെ പരാതിക്ക് അടിസ്ഥാനമില്ലെന്നും ഈഗോയുടെ പുറത്താണ് പരാതിയെന്നും ഷൈൻ പോലീസിനോട് പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. പോലീസിന്റെ മുന്നിൽ വലിയ ആത്മവിശ്വാസത്തോടെ ചോദ്യം ചെയ്യലിനെത്തിയ ഷൈൻ ടോം ചാക്കോയ്ക്ക് എവിടെയാണ് പിഴച്ചത്? ലഹരി ഇടപാടുകാരൻ ഷജീറിന് 20,000 രൂപ കൈമാറിയത് എന്തിനെന്ന ചോദ്യം വന്നതോടെ നടൻ പതറി. ഫോൺ കോൾ വിവരങ്ങളും വാട്സാപ്പ് ചാറ്റുകളും ഗൂഗിൾ പേ ഇടപാടുകളും ഉൾപ്പെടെ തെളിവുകളെല്ലാം പരമാവധി ശേഖരിച്ചായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യൽ. അതോടെ കൃത്യമായി പഠിച്ചെത്തി മൊഴികളിലൂടെ പിടിച്ചു നിൽക്കാനുള്ള ഷൈൻ ടോം ചാക്കോയുടെ നീക്കങ്ങളെല്ലാം പാളുകയായിരുന്നു. ഷൈൻ അറസ്റ്റിലായെങ്കിലും കേസിൽ ഇനിയും കൂടുതൽ പേർ കുടുങ്ങിയേക്കും. നടനെ കൂടാതെ മുറിയിലുണ്ടായിരുന്ന മറ്റ് 4 പേർ ആരൊക്കെയാണ്? തൃശൂർ സ്വദേശിനിയായ യുവതി എന്തിനാണ് ഹോട്ടലിലെത്തിയത്? ഈ ചോദ്യങ്ങൾക്കും പോലീസിന് ഉത്തരം കണ്ടെത്തണം. രാവിലെ 9:58 ഷൈൻ ടോം ചാക്കോ പോലീസിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായത്. പോലീസിനെ താൻ ഭയക്കുന്നില്ലെന്ന സന്ദേശം നൽകാനായിരുന്നു ഇത്. അന്വേഷണ സംഘത്തിന് മുന്നിൽ പറയാനുള്ള മൊഴിയും മനസ്സിൽ കരുതി. പരിശോധനയ്ക്കെത്തിയ ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് 3ാം നിലയിൽ നിന്ന് ചാടി ഓടിയത് ഗുണ്ടകളാണെന്ന് കരുതിയാണെന്നായിരുന്നു ഷൈനിന്റെ മറുപടി. അപായപ്പെടുത്താനെത്തിയ ഗുണ്ടകളാണെന്ന് ഭയന്നു. ഇതോടെയാണ് 3ാം നിലയിൽ നിന്നും ചാടിയത്. അവിടെ നിന്നും തമിഴ്നാട്ടിലേക്കാണ് പോയതെന്നും ഷൈൻ മൊഴി നൽകി. ഷൈനിന്റെ ഫോൺ പോലീസ് വിശദമായി പരിശോധിച്ചു. വാട്സാപ്പ് ചാറ്റും കോളുകളും ഗൂഗിൾ പേ ഇടപാടുകളും പരിശോധിച്ചതോടെ മൊഴികളെല്ലാം പൊളിഞ്ഞു. അതോടെ ഷൈൻ ടോം ചാക്കോയുടെ നീക്കങ്ങളും പാളി. ലഹരി ഇടപാടുകാരൻ ഷജീറിന് 20,000 രൂപ കൈമാറിയത് എന്തിനെന്ന ചോദ്യം തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. അയാളുമായുള്ള ഇടപാടുകളുടെ രേഖകൾ പോലീസ് കാണിച്ചതോടെ നടൻ പ്രതിരോധത്തിലായി. വലിയ തുകകളാണ് ഷജീറിന് താരം നൽകിയത്. പലതവണയായി ഷജീറിന് പണം നൽകിയെന്നും പോലീസ് കണ്ടെത്തി. തെളിവുകൾ ഒന്നൊന്നായി പോലീസ് നിരത്തിയപ്പോൾ നടൻ പതിയെ വിയർത്തു തുടങ്ങി. ഒടുവിൽ ഷജീറുമായി പരിചയമുണ്ടെന്ന് സമ്മതിക്കേണ്ടി വന്നു. അതോടെ ലഹരി ഇടപാടുകാരുമായി ബന്ധമുണ്ടെന്നും പോലീസ് ഉറപ്പിച്ചു. രണ്ട് ഘട്ടമായാണ് നടനെ പോലീസ് ചോദ്യം ചെയ്തത്. ഒരേ ചോദ്യങ്ങൾ 2 ഘട്ടത്തിലും ആവർത്തിച്ചു. ഒരേ ചോദ്യങ്ങൾക്ക് 2 ഘട്ടങ്ങളിലും വ്യത്യസ്ത ഉത്തരങ്ങൾ നൽകിയ താരം ഒടുവിൽ കുടുങ്ങി. ഇങ്ങനെ തുടർച്ചയായുള്ള ചോദ്യം ചെയ്യലുകളിൽ മാനസികമായി തളർന്നു. പോലീസ് സ്റ്റേഷനിലിരുന്ന് ഷൈൻ ടോം ചാക്കോ ഉറങ്ങി. ഇതിനിടെ മറിഞ്ഞു വീഴാനും പോയി. ഹോട്ടലിൽ നിന്നും സാഹസികമായി ചാടിയപ്പോഴത്തെ പഴയ എനർജി എല്ലാം ചോർന്നുപോയ അവസ്ഥ. ഒടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെ നടന്റെ എല്ലാ പ്രതിരോധവും പാളി. മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ ഷൈൻ സമ്മതിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേസെടുത്ത് തുടർ നടപടികളിലേക്ക് നീങ്ങാൻ പോലീസ് തീരുമാനിച്ചത്. മയക്കുമരുന്ന് ഉപയോഗം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ 3 വകുപ്പുകളാണ് നടനെതിരെ ചുമത്തിയത്. പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ടയക്കുകയും ചെയ്തു. അച്ഛന്റെയും അമ്മയുടെയും ജാമ്യത്തിലാണ് ഷൈൻ ടോം ചാക്കോയെ വിട്ടയച്ചത്. മാതാപിതാക്കളാണ് നടന് ജാമ്യക്കാരായതെങ്കിലും സഹോദരനും സുഹൃത്തുക്കളും അഭിഭാഷകരും സ്റ്റേഷനിലെത്തിയിരുന്നു. ജാമ്യത്തിലിറങ്ങിയ ഷൈൻ ടോം ചാക്കോ സുഹൃത്തുക്കൾക്കും അഭിഭാഷകർക്കും ഒപ്പമാണ് സ്റ്റേഷനിൽ നിന്നും മടങ്ങിയത്. ഞങ്ങളുടെ വീട്ടിൽ കേബിൾ ടി വി ഇല്ല. ഇപ്പോൾ കേബിൾ ടി വി കട്ട് ചെയ്തു. അപ്പം സാമ്പത്തിക കാരണം കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ന്യൂസൊന്നും അറിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ചത് ഇങ്ങനെയാണ്, ഇറങ്ങി ഓടിയതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. അതിന് ഞാൻ എന്താ അഭിപ്രായം പറയേണ്ടത്? ഓടേണ്ടത് നല്ലതല്ലെന്ന് ഞാൻ അല്ലേ? കേസുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച വീണ്ടും ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തിങ്കളാഴ്ച തന്നെ ഹാജരാകാമെന്ന് നടൻ അറിയിച്ചു.
അതിനാൽ തിങ്കളാഴ്ച തന്നെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. അടുത്ത ദിവസങ്ങളിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് രക്തപരിശോധനയിൽ വ്യക്തമാകും. ഇതുകൂടാതെ നഖവും മുടിയും കൂടി പരിശോധിക്കും. ഷൈൻ ലഹരി പരിശോധനയ്ക്ക് സമ്മതിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അച്ഛൻ തന്നെ ഡി അഡിക്ഷൻ സെന്ററിലാക്കിയെങ്കിലും 12 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം താൻ അവിടെ നിന്ന് മടങ്ങിയെന്നും ഷൈൻ പോലീസിനോട് പറഞ്ഞു. നേരത്തെ ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നെന്നും ഷൈൻ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ 2 ആഴ്ചയായി ഉപയോഗിച്ചിട്ടില്ലെന്നും ഷൈൻ പോലീസിനോട് പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. നിറത്തിൻ്റെയും പണത്തിൻ്റെയും പേരിൽ ക്രൂരമായ പീഡനം, കറുത്തവളെന്ന പരിഹാസം, ഭർത്താവിൽ നിന്നുള്ള മർദ്ദനം. ഒരു അഭിഭാഷകയും പൊതുപ്രവർത്തകയുമാണെങ്കിലും കോട്ടയം ഏറ്റുമാനൂരിലെ ജിസ്മോൾക്ക് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അമ്മായിയമ്മയും ഭർത്തൃ സഹോദരിയും ഒരു പെണ്ണെന്ന പരിഗണന പോലും കൊടുത്തില്ല. ഇതെല്ലാം സഹിച്ചു മടുത്താണ് ജിസ്മോൾ മക്കളെയും കൂട്ടി പുഴയിൽ ചാടി ജീവനൊടുക്കിയത്. കോട്ടയം നീറിക്കാടുള്ള ഭർത്താവിൻ്റെ ഇടവകപ്പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ ബന്ധുക്കൾ തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി. തുടർന്ന് ചെറുപേരയിലെ സ്വന്തം ഇടവകപ്പള്ളിയിൽ സംസ്കാരം. ഏറെ വൈകാരികമായാണ് ബന്ധുക്കളും നാട്ടുകാരും 3 പേർക്കും യാത്രാമൊഴി നൽകിയത്. അത്യന്തം വൈകാരികമായ നിമിഷങ്ങൾ. ജിസ്മോളുടെയും മക്കളായ 4 വയസ്സുകാരി നേഹയുടെയും 1 വയസ്സുകാരി നോറയുടെയും മൃതദേഹം കണ്ട ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം പൊട്ടിക്കരഞ്ഞു. ഭർത്താവിന്റെ ഇടവക പള്ളിയായ നീറിക്കാട് ലൂർദ് മാതാ ക്നാനായ കത്തോലിക്ക പള്ളിയിലാണ് ആദ്യം മൃതദേഹങ്ങൾ എത്തിച്ചത്. ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയും ഭർത്തൃമാതാവ് ഉൾപ്പെടെയുള്ളവരും ഇവിടെ എത്തി. ഇടയ്ക്ക് രോഷപ്രകടനവുമായി നാട്ടുകാരും. പതിനൊന്നരയോടെ പാലാ പടിഞ്ഞാറ്റിൻകരയിലെ പൂവത്തുങ്കൽ വീട്ടിലേക്ക് ജിസ്മോളും കുഞ്ഞുങ്ങളും എത്തി. വൈകാരിക രംഗങ്ങളാണ് ഇവിടെയും ഉണ്ടായത്. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാം വിശ്വാസമുടെ ദാസൻ ചെയ്യും ബലിയെന്നാദാ തിരുസന്നിധിയിൽ. 4:30 മൃതദേഹം ചെറുകര പൈങ്കുളം സെന്റ് മേരീസ് ക്നാനായ പള്ളിയിലെത്തിച്ചു. അന്ത്യശുശ്രൂഷയ്ക്ക് ശേഷം സംസ്കാരം. അതിനിടെ സംഭവത്തിൽ പോലീസ് അന്വേഷണവും തുടരുകയാണ്. കേസിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കാനാണ് സാധ്യത. ന്യൂസ് 18 കോട്ടയം. പോലീസിനെ വട്ടം കറക്കുന്ന നിരവധി കള്ളന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇങ്ങനെ നാട്ടുകാരുടെ ഉറക്കം കെടുത്തി കവർച്ച തൊഴിലാക്കിയവർ. തൃശൂർ ചാവക്കാട് സ്വദേശി റിംഷാദ് പിടിയിലായതോടെ തെളിഞ്ഞത് സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന മോഷണ കേസുകളാണ്. പാലക്കാട് പെട്രോൾ പമ്പ് കവർച്ചാ കേസിൻ്റെ അന്വേഷണത്തിലാണ് മറ്റ് കേസുകളിലും തുമ്പുണ്ടായത്. റിംഷാദിൻ്റെ കൂട്ടാളി മണ്ണാർക്കാട് സ്വദേശി മുഹമ്മദ് ഷിഫാനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാലക്കാട് നവക്കോട് എന്ന സ്ഥലത്ത് നൌഷാദിന്റെ ഉടമസ്ഥതയിലുള്ള പെട്രോൾ പമ്പിൽ മോഷണം നടന്നത് മാർച്ച് 31-നാണ്. ഈ കേസിൽ ചാവക്കാട് സ്വദേശി റിംഷാദിനെ പാലക്കാട് നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ സംസ്ഥാനത്തെ നിരവധി പെട്രോൾ പമ്പുകളിൽ ഉണ്ടായ മോഷണ കേസുകളും പല വാഹന മോഷണ കേസുകളും തെളിഞ്ഞു. എറണാകുളം ജില്ലയിൽ മാത്രം റിംഷാദും സംഘവും ചേർന്ന് 3 പെട്രോൾ പമ്പുകളിൽ മോഷണം നടത്തിയിട്ടുണ്ട്. എറണാകുളത്ത് മോട്ടോർ സൈക്കിൾ മോഷണം, പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ബൈക്ക് മോഷണം എന്നിവയും ഇവർ നടത്തിയിട്ടുണ്ട്. റിംഷാദും സംഘാംഗവുമായ മുഹമ്മദ് ഷിഫാനും കൂടി
കോയമ്പത്തൂരിൽ നിന്നും മോഷ്ടിച്ച ബൈക്കിലാണ് നവക്കോടുള്ള പെട്രോൾ പമ്പിൽ കയറി 20,000 രൂപയും ടാബും അപഹരിച്ചത്. റിംഷാദിന്റെ കൂട്ടാളി മണ്ണാർക്കാട് സ്വദേശി മുഹമ്മദ് ഷിഫാനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മോഷ്ടിച്ച ടാബ് റിംഷാദിന് വേണ്ടി വിറ്റുകൊടുത്തതിനും ഒളിവിൽ താമസിപ്പിച്ച കുറ്റത്തിനും പാലക്കാട് സ്വദേശിനിയെയും അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. CCTV ദൃശ്യങ്ങളും ശാസ്ത്രീയ തെളിവുകളും ശേഖരിച്ചായിരുന്നു പോലീസ് അന്വേഷണം. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ, ASP രാജേഷ് കുമാർ എന്നിവരുടെ നിർദ്ദേശാനുസരണം പാലക്കാട് ടൗൺ നോർത്ത് ഇൻസ്പെക്ടർ വിപിൻ K വേണുഗോപാലിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. News 18 പാലക്കാട്. യുവാക്കളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ട് പല തട്ടിപ്പ് സംഘങ്ങളും നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിദേശത്തേക്ക് വിസ വാഗ്ദാനം ചെയ്തും ഉന്നത പഠനത്തിന് അഡ്മിഷൻ തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞും പണം തട്ടുന്നവർ. തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിനി ദീന നഴ്സിംഗിന് അഡ്മിഷൻ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടുന്ന സംഘത്തിലെ പ്രധാനിയാണ്. നിരവധി വിദ്യാർത്ഥികളിൽ നിന്ന് ഇങ്ങനെ ലക്ഷങ്ങളാണ് ഇവർ തട്ടിയെടുത്തത്. കേസിൽ ബീനയെ കല്ലമ്പലം പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളുണ്ടെന്നാണ് വിവരം. തിരുവനന്തപുരം ആനയറ കോവൂർ അമ്പുഭവനിൽ ബീനയാണ് തട്ടിപ്പ് കേസിൽ പിടിയിലായത്. സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ നഴ്സിംഗിനും മറ്റു കോഴ്സുകൾക്കും അഡ്മിഷൻ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങളാണ് ഇവർ തട്ടിയെടുത്തതെന്ന് പോലീസ് പറഞ്ഞു. ബീനയ്ക്കെതിരെ കല്ലമ്പലം പോലീസ് സ്റ്റേഷനിൽ 2 കേസുകൾ നിലവിലുണ്ട്. മറ്റ് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളും ബീനയ്ക്കെതിരെയുണ്ടെന്ന് പോലീസ് അറിയിച്ചു. കല്ലമ്പലം SHO പ്രൈജു, ഗ്രേഡ് SI സുനിൽ AS, ഐ ബിന്ദു, SPOമാരായ അസീം, ഷിജാസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. News 18 ആറ്റിങ്ങൽ. 17 സംസ്ഥാനങ്ങളിലായി 51 സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ. തട്ടിപ്പിനായി ഉപയോഗിച്ചത് 26 ബാങ്ക് പാസ്ബുക്കുകളും നിരവധി ATM കാർഡുകളും മൊബൈൽ സിം കാർഡുകളും. മലപ്പുറം പൊന്നാനിയിലെ ലോഡ്ജിൽ നടത്തിയ പരിശോധനയിൽ പോലീസിന്റെ പിടിയിലായത് രാജ്യാന്തര തട്ടിപ്പുകാരനായ മലയാളിയാണ്. കൊല്ലം പെരുന്നാട് സ്വദേശി അമീർ വിവിധ വ്യക്തികളുടെ പേരിലുള്ള ബാങ്ക് പാസ്ബുക്കുകളും ATM കാർഡുകളും ഉപയോഗിച്ച് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ആളെന്നാണ് കണ്ടെത്തൽ. ഇയാളുടെ വിദേശ ബന്ധവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏജന്റ് വഴിയാണ് ഇടപാടുകളും തട്ടിപ്പുകളും നടത്തുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വിവിധ വ്യക്തികളുടെ പേരിലുള്ള 26 ബാങ്ക് പാസ്ബുക്കുകൾ, നിരവധി ATM കാർഡുകൾ, മൊബൈൽ ഫോണുകൾ, സിം കാർഡുകൾ, ചെക്ക് ബുക്കുകൾ എന്നിവയുമായാണ് കൊല്ലം സ്വദേശി അമീർ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിരുന്നത്. ഇയാൾക്കെതിരെ 17 സംസ്ഥാനങ്ങളിലായി 51 സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അനധികൃത ചീട്ടുകളി നടക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് പോലീസ് പൊന്നാനിയിലെ ലോഡ്ജിൽ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് അമീർ പിടിയിലായത്. ബാങ്ക് പാസ്ബുക്കുകളും ATM കാർഡുകളും അടക്കം കണ്ടെടുത്തതിനെ തുടർന്ന് പ്രതിയെ കൂടുതൽ അന്വേഷണത്തിനായി മലപ്പുറം സൈബർ പോലീസിന് കൈമാറുകയായിരുന്നു. പ്രതിയെ ദുബായിൽ നിന്നൊരാൾ ടെലിഗ്രാമിൽ ബന്ധപ്പെടുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ മലബാർ ഭാഗത്തുള്ള ഒരാളെ പരിചയപ്പെടുത്തുകയും ഏജന്റ് വഴി സാധാരണക്കാർക്ക് കമ്മീഷൻ നൽകി ബാങ്ക് അക്കൗണ്ടുകളും സിം കാർഡുകളും ATM കാർഡുകളും വാടകയ്ക്കെടുത്ത് അമീറിന് സ്ഥിരമായി എത്തിച്ചു നൽകുകയും ചെയ്തിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായി. ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചാണ് സംഘം സാമ്പത്തിക ക്രമക്കേട് നടത്തിയിരുന്നത്. ഓൺലൈൻ തട്ടിപ്പ് പണം ഈ അക്കൗണ്ടുകളിലേക്കാണ് വന്നിരുന്നത്.
ബിറ്റ്കോയിൻ വിവരങ്ങളുള്ള സ്ലിപ്പ് ദുബായിലുള്ള സംഘം അയച്ചു നൽകുകയും അതിനുള്ള ഇന്ത്യൻ കറൻസി അവർ പറയുന്ന ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത ശേഷം ക്രിപ്റ്റോ കറൻസി ദുബായിലുള്ള ആൾക്ക് കൈമാറുകയും ചെയ്തിരുന്നതായും അമീർ മൊഴി നൽകിയതായി പോലീസ് പറയുന്നു. ഇങ്ങനെ ഓൺലൈൻ തട്ടിപ്പിലെ കോടിക്കണക്കിന് രൂപ വിദേശത്തേക്ക് കടത്തിയിട്ടുള്ളതായും വ്യക്തമായിട്ടുണ്ട്. പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം അമീറിനെ തൃശൂർ കൊരട്ടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണത്തിനായി കൊരട്ടി പോലീസിന് കൈമാറി. വലിയ തട്ടിപ്പായതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണത്തിലെ പൂർണ്ണ വിവരങ്ങൾ വ്യക്തമാകുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ന്യൂസ് 18 തിരൂർ. യാത്രക്കാരുടെ പേഴ്സോ ATM കാർഡോ ബസ്സിൽ കളഞ്ഞു കിട്ടിയാൽ പോലീസിനെ ഏൽപ്പിക്കുകയോ ഉടമയ്ക്ക് തന്നെ കൈമാറുകയോ ചെയ്യുന്ന കുറേ നല്ല ബസ് ജീവനക്കാരുണ്ട്. എന്നാൽ യാത്രക്കാരെ കൊള്ളയടിക്കുന്ന ചില ജീവനക്കാരെക്കുറിച്ചും അറിയണം. കൊല്ലം പുനലൂരിൽ യാത്രക്കാരൻ്റെ ATM കാർഡിൽ നിന്ന് ഇങ്ങനെ പണം പിൻവലിച്ച ജീവനക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കല്ലട ബസ്സിലെ ക്ലീനറും തിരുവല്ല സ്വദേശിയുമായ ജോബിൻ മാത്യുവിനെ പുനലൂർ പോലീസാണ് പിടികൂടിയത്. ഇയാൾ വിവിധ ATMകളിൽ നിന്ന് പലതവണയായി 40,000 രൂപയാണ് കവർന്നത്. ATM കാർഡ് മോഷ്ടിച്ച് പണം കവർന്ന കേസിലാണ് അറസ്റ്റ്. പുനലൂർ ബംഗളൂരു കല്ലട ബസ്സിലെ ക്ലീനറാണ് അറസ്റ്റിലായ തിരുവല്ല ആഞ്ഞിലിത്താനം സ്വദേശി ജോബിൻ മാത്യു. തൃശൂർ ചാലക്കുടി സ്വദേശി ജോൺ പൗലോസിന്റെ ATM കാർഡാണ് ഇയാൾ മോഷ്ടിച്ചത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: ജോണും ഭാര്യയും 2024 സെപ്റ്റംബർ 29 രാത്രി ജോബിൻ ജോലി ചെയ്യുന്ന ബസ്സിൽ ചാലക്കുടിയിൽ നിന്നും ബംഗളൂരുവിലേക്ക് പോയിരുന്നു. അടുത്ത ദിവസം ഇതേ ബസ്സിൽ മടങ്ങിയെത്തുകയും ചെയ്തു. ദമ്പതിമാർ വീട്ടിൽ ചെന്ന് ബാഗ് പരിശോധിച്ചപ്പോൾ ATM കാർഡ്, ക്രെഡിറ്റ് കാർഡ്, പാൻ കാർഡ്, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ സൂക്ഷിച്ചിരുന്ന പേഴ്സ് കാണാനില്ലായിരുന്നു. തുടർന്ന് ജോണിന്റെ ഫോണിലേക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിച്ചതായി സന്ദേശമെത്തി. യൂണിയൻ ബാങ്കിന്റെ പുനലൂർ ATMൽ നിന്നും 2 തവണ പണം പിൻവലിച്ചതായിട്ടാണ് ആദ്യം സന്ദേശം ലഭിച്ചത്. തുടർന്ന് അടൂരിൽ നിന്നും പണം പിൻവലിച്ചതായി സന്ദേശം ലഭിച്ചു. ഇത്തരത്തിൽ 4 തവണകളായി 40,000 രൂപ നഷ്ടപ്പെട്ടതായിട്ടാണ് ജോൺ പുനലൂർ പോലീസിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ATM കൗണ്ടറുകളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. ഇതോടെ ജോബിൻ ഒളിവിൽ പോയി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ നിന്നും പ്രതിയെ പിടികൂടിയത്. ഇയാൾക്കെതിരെ മുൻപ് ഏതെങ്കിലും കേസുകളുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 പുനലൂർ. വീടുകളിലും വാഹനങ്ങളിലും പണം സൂക്ഷിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് കള്ളന്മാർ പലയിടത്തും പതിയിരിക്കുന്നുണ്ട്. ഇടുക്കി പൂപ്പാറയിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിൻ്റെ ചില്ല് തകർത്താണ് പണം അപഹരിച്ചത്. വാഹനത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 2 ലക്ഷത്തിലധികം രൂപ നഷ്ടപ്പെട്ടെന്നാണ് ഉടമയുടെ പരാതി. സംഭവത്തിൽ പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ഈ മാസം 11-ാം തീയതിയാണ് സംഭവം. പൂപ്പാറയിൽ മോട്ടോർ വാഹന വകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള ക്യാമറയ്ക്ക് മുമ്പിലായി പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് വാഹനത്തിന്റെ ചില്ലുകൾ തകർത്താണ് പണം അപഹരിച്ചത്. ശാന്തൻപാറ സ്വദേശി പാറക്കൽ രാജേന്ദ്രന്റെ വാഹനത്തിൽ നിന്നാണ് പണം നഷ്ടമായത്. വാഹനത്തിന് കേടുപാടുകൾ ഉണ്ടായതിനെ തുടർന്ന് ടൗണിൽ പാർക്ക് ചെയ്യുകയായിരുന്നെന്ന് രാജേന്ദ്രൻ പറയുന്നു. തുടർന്ന് അടുത്ത ദിവസം വാഹനം എടുക്കാനെത്തിയപ്പോഴാണ് മുൻവശത്തെ ചില്ല് തകർന്ന നിലയിൽ കണ്ടത്. വണ്ടിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന 2,40,000 രൂപ മോഷ്ടിക്കപ്പെട്ടതായും രാജേന്ദ്രൻ ശാന്തൻപാറ പോലീസിന് നൽകിയ പരാതിയിൽ വ്യക്തമാക്കി. ഒരാഴ്ച പിന്നിട്ടിട്ടും പോലീസ് നടപടിയെടുക്കാൻ തയ്യാറായില്ല എന്നും ആരോപണമുണ്ട്. രാവിലെ കൊച്ചു വണ്ടി ബുള്ളറ്റുമായിട്ട് വരുന്ന സമയത്ത് പുറത്തോട്ട് തിരിഞ്ഞ് കഴിയുമ്പോൾ ക്ലാസ് റൂട്ടിൽ കണ്ടു. 2 മണി വരെ വിളിച്ചറിയിച്ചു. ഞാൻ വൈകിട്ട് 3 മണി, 4 മണി, 5 മണി പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. പോലീസ് എത്തി അന്വേഷണം ആരംഭിക്കാത്തതിനാൽ റോഡരികിൽ നിന്നും വാഹനം മാറ്റാൻ സാധിച്ചിട്ടില്ല. ഒരാഴ്ചയായി ലഭിക്കുന്ന ഓട്ടവും ഇതുമൂലം നഷ്ടമായി.
അതേസമയം സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പിന് അപേക്ഷ നൽകിയതായും ശാന്തൻപാറ പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. ആലപ്പുഴയിലെ KSFE ജീവനക്കാരൻ രാജീവിനെതിരെ വേറെയും തട്ടിപ്പ് പരാതി. KSFE ആലപ്പുഴ ഈവനിംഗ് ബ്രാഞ്ചിൽ വായ്പയ്ക്ക് ജാമ്യം നൽകിയ ആധാരം ഉടമ അറിയാതെ എടുത്ത രാജീവ് ഭാര്യയുടെ പേരിലുള്ള മറ്റൊരു ചിട്ടിക്ക് ഈടായി നൽകിയെന്നാണ് ആരോപണം. വീടും പുരയിടവും ജപ്തി ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് കിട്ടുമ്പോഴാണ് ചായക്കട തൊഴിലാളിയായ രവീന്ദ്രനും കുടുംബവും തട്ടിപ്പ് വിവരം അറിയുന്നത്. നേരത്തെ വായ്പക്കാരൻ അറിയാതെ ആധാരമെടുത്ത് വേറെ വായ്പ തട്ടിയെന്ന പരാതിയിൽ സസ്പെൻഷനിലാണ് ഇയാൾ. അതേസമയം ആലപ്പുഴ KSFE ശാഖയിൽ തട്ടിപ്പ് നടന്നുവെന്ന് മാനേജിംഗ് ഡയറക്ടർ സ്ഥിരീകരിച്ചു. പരാതി സംബന്ധിച്ച് അന്വേഷിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘത്തെ നിയോഗിച്ചിട്ടുമുണ്ട്. KSFEയിൽ ഈടായി നൽകിയ ആധാരം ഉടമയറിയാതെ ജീവനക്കാരനായ രാജീവ് 30 ലക്ഷം രൂപയ്ക്ക് സ്വന്തം ചിട്ടിക്ക് ജാമ്യമായി ഉപയോഗിച്ച് കലവൂർ സ്വദേശി സുമയ്ക്ക് ജപ്തി നോട്ടീസ് വന്നതിന് പിന്നാലെയാണ് തെളിവടക്കമുള്ള പുതിയ പരാതി ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഇവർ പോലും അറിയാതെ പലയിടങ്ങളിലും ഇവരുടെ ആധാരം ഉപയോഗിക്കപ്പെട്ടു. ഒപ്പം തന്നെ പല ഇടങ്ങളിൽ നിന്നും ജപ്തി നോട്ടീസ് വന്നു. 8 ലക്ഷം രൂപ വായ്പയെന്ന് പറഞ്ഞെടുത്ത് ഇപ്പോൾ 15 ലക്ഷം രൂപയ്ക്ക് ബാധ്യതക്കാരാണ് ഇവരെന്ന് കാണിച്ചാണ് KSFEയുടെ വിവിധ ബ്രാഞ്ചുകളിൽ നിന്ന് ഇവർക്ക് നോട്ടീസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വീട് നിർമ്മാണത്തിനായി 8 ലക്ഷം രൂപ വായ്പ നൽകാമെന്ന് പറഞ്ഞാണ് രാജീവ് ബന്ധുവും മാപ്പൂർ സ്വദേശിയുമായ രവീന്ദ്രൻ, ഭാര്യ മണിക്കുട്ടി എന്നിവർ താമസിക്കുന്ന 10 സെന്റ് പുരയിടത്തിന്റെ ആധാരം ഈടായി വാങ്ങുന്നത്. വായ്പയായി 8 ലക്ഷം രൂപ KSFEയിൽ നിന്ന് രവീന്ദ്രന്റെ അക്കൗണ്ടിലേക്ക് നൽകുകയും ചെയ്തു. മാസ തിരിച്ചടവായി 12,000 രൂപ തന്റെ കൈവശം തന്നാൽ മതിയെന്ന് KSFEയുടെ സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റ് കൂടിയായ രാജീവ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ വഴിക്ക് 8 ലക്ഷം രൂപയും തിരിച്ചടച്ചു. പിന്നീടാണ് തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ നിർധന കുടുംബം അറിയുന്നത്. അമ്മ 8 ലക്ഷം രൂപ മരുമകന് വീട് വെക്കാനായി എടുത്തു കൊടുത്തു. അത് എൻ്റെയും ഭർത്താവിൻ്റെയും പേരിലുള്ള വസ്തുവാണ്. ആ 8 ലക്ഷം രൂപ ഞങ്ങൾ തിരികെ അടച്ചു നൽകുകയും ഇപ്പോൾ KSFEയിൽ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ 15 ലക്ഷം രൂപ അടക്കണമെന്നും പറയുന്നു. ഞങ്ങൾ 8 ലക്ഷം രൂപ മാത്രമേ കൈപ്പറ്റിയിട്ടുള്ളൂ. KSFEയിൽ അടക്കാനായി നൽകിയ തുകയിൽ തിരിമറി നടന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു. മാത്രമല്ല, ജീവനക്കാരൻ കൂടിയായ രാജീവിന്റെ അമ്മ, ഭാര്യ എന്നിവരുടെ പേരിൽ വിവിധ പണമിടപാടുകൾക്ക് ഈടായി ആധാരം ഉപയോഗിച്ചതായി കണ്ടെത്തുകയും ചെയ്തു. കലവൂർ ബ്രാഞ്ചിലെ പ്രിയാമോയുടെ പേരിലും രാജീവിന്റെ ഭാര്യയുടെ പേരിലും രാജീവിന്റെ ഭാര്യയുടെ പേരിലും ചിട്ടി എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതുകൂടാതെ KSFE ഈവനിംഗ് ബ്രാഞ്ചിൽ ലോണിന് ഈടായി നൽകിയ ആധാരം എങ്ങനെ തങ്ങളറിയാതെ കലവൂർ ശാഖയിൽ രാജീവിന്റെ ഭാര്യയുടെ പേരിലുള്ള ചിട്ടിക്ക് ഈടായി ഉപയോഗിച്ചു എന്ന ചോദ്യവും കുടുംബം ഉന്നയിക്കുന്നു. വിവിധ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ ചേർന്നുള്ള വലിയ തട്ടിപ്പാണ് നടക്കുന്നതെന്ന് കുടുംബം വിജിലൻസ് നൽകിയ പരാതിയിൽ പറയുന്നു. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും കൂടി ഇതിന് കൂട്ടുണ്ട്. അവൻ തന്നെയായി നടക്കത്തില്ല ഇത്രയും തുക എടുക്കാനായിട്ട്. അപ്പൊ അവരെയും കൂടെ വിശ്വസിച്ച് അവരും കൂടിയാണ് ഈ പണി ഇവൻ ചെയ്തിരിക്കുന്നത്. വേറെ ബ്രാഞ്ചുകൾക്ക് ഇതിന് പങ്കുണ്ട്? ഉണ്ട്, എല്ലാ ബ്രാഞ്ചുകൾക്കും ഉണ്ട്. കലവൂർ ബ്രാഞ്ചിലും ഉണ്ട്, ഈവൻ ബ്രാഞ്ചിലുള്ളവർക്ക് ഇതിന് കൂട്ടുണ്ട്. അവരെല്ലാവരും കൂടിയാണ് ഈ പരിപാടി ചെയ്യുന്നത്. നമ്മൾ പാവപ്പെട്ടവരല്ലേ, നമുക്ക് എന്ത് വന്നാലും ചോദിക്കാനും പറയാനും ആരുമില്ല. അടച്ച 8 ലക്ഷം നഷ്ടമായെന്ന് മാത്രമല്ല, 15 ലക്ഷത്തോളം രൂപ ബാധ്യതക്കാർ കൂടിയായി മാറിയിരിക്കുകയാണ് ചായക്കട തൊഴിലാളിയായ രവീന്ദ്രനും ഭാര്യയും. കലൂരി എല്ലാം പറയും, ഈവൻ ബ്രാഞ്ചിൽ ചെല്ലാൻ പറയും, ഈവനിങ് ബ്രാഞ്ചിൽ ചെല്ലുമ്പോൾ പറയും, റീഗൽ ഓഫീസിൽ ചെല്ലാൻ പറയും, അവിടെ ചെല്ലുമ്പോൾ പറയും പിന്നെയും കലൂരി. അങ്ങനെ അങ്ങോട്ട് ഒരുപാട് ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് KSFEക്കാർ നടത്തിയിട്ടുണ്ട്. ഈ വെയിലത്തെയാണ് ഞങ്ങൾ എല്ലാവരും രണ്ടുപേരും കൊണ്ട് നടക്കണം. ഞങ്ങൾ ആരോട് പറയാനാണ്? ഇവനെ വിശ്വസിച്ചും കൊണ്ടാണ് ഞങ്ങൾ പ്രമാണം കൊടുത്തത്. ഉദ്യോഗസ്ഥരോട് ചതിക്കുക. അതല്ലേ അവിടെ ചെല്ലുമ്പോൾ ഇവിടെ വരാൻ, ഇവിടെ ചെല്ലുമ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പറയും. അവൻ സപ്പോർട്ടായിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഞങ്ങൾ ചെല്ലുമ്പോഴേ പറയും അവർ വരുന്നുണ്ട്. ഞങ്ങൾ സംസാരിച്ച് പോയ പുറകെ പിന്നെ അമ്മ ഈ മാമൻ വന്നിട്ടുണ്ടെന്ന് ഉടനെ തന്നെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ വിളിച്ച് പറയും. അതേസമയം ക്രമക്കേട് നടത്തിയ രാജീവിനെ സസ്പെൻഡ് ചെയ്തതായി KSFE MD ഡോക്ടർ സാനിൽ ന്യൂസ് 18നോട് പറഞ്ഞു. ഈവനിംഗ് ബ്രാഞ്ചിൽ നൽകിയ ആധാരം കലവൂർ ബ്രാഞ്ചിൽ എങ്ങനെ ഉടമയറിയാതെ എത്തിയെന്നതിൽ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തട്ടിപ്പ് നടത്തിയവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും KSFE MD ന്യൂസ് 18നോട് പ്രതികരിച്ചു.
മുന്നേ പരാതി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു മാസം മുന്നേയുള്ള പരാതികളാണെന്നുണ്ടെങ്കിൽ അത് യുക്തിസഹമായ അന്ത്യത്തിലേക്ക് കടക്കുന്നത്. ഇത് കൂട്ടായ ഒരു റാക്കറ്റിന്റെ ഭാഗമായാണ് ഈ പാവപ്പെട്ടവർ കബളിപ്പിക്കലിന് ഇരയായിട്ടുള്ളതെന്നാണ്. തീർച്ചയായും സർക്കാർ സ്ഥാപനമാണ്, സർക്കാർ കൂടി ഇവർക്ക്, ഈ പാവപ്പെട്ട മനുഷ്യർക്ക് സംഭവിച്ച കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. ആലപ്പുഴ, കലവൂർ, ആപ്പൂരിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിലെ 4 വയസ്സുകാരൻ്റെ അപകടമരണത്തിന് കാരണം ആരുടെ വീഴ്ചയാണ്? കാലപ്പഴക്കം ചെന്ന കോൺക്രീറ്റ് തൂണുകളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടിയിരുന്നത് ആരായിരുന്നു? ആനക്കൂടിൻ്റെ ചുമതലയുള്ള ജീവനക്കാർക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്നാണ് വനവകുപ്പിൻ്റെ കണ്ടെത്തൽ. ഇതോടെ കുട്ടിയുടെ മരണത്തിൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടെ 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. DFI ഉൾപ്പെടെ സ്ഥലം മാറ്റാനും തീരുമാനമുണ്ട്. നാലു വയസ്സുകാരന്റെ ജീവനെടുത്ത അനാസ്ഥയിൽ ഒടുവിൽ കടുത്ത നടപടി. ഇക്കോ ടൂറിസം കേന്ദ്രമായ കോന്നി ആനക്കൂട്ടിന്റെ ചുമതലയുള്ള സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ R. അനിൽകുമാർ, സുരക്ഷാ ചുമതലയുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ സലീം, സതീഷ്, സജിനി, സുമയ്യ ഷാജി എന്നിവരെ സസ്പെൻഡ് ചെയ്തു. കോന്നി DFO, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്നിവരെ സ്ഥലം മാറ്റും. ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ നടത്തിയ അന്വേഷണത്തിൽ ഗുരുതര വീഴ്ചയാണ് കണ്ടെത്തിയത്. കാലപ്പഴക്കം ചെന്ന കോൺക്രീറ്റ് തൂണുകളുടെ സുരക്ഷ ഉറപ്പാക്കിയില്ല. ആനക്കൂടിന്റെ ചുമതലയുള്ള ജീവനക്കാർക്ക് ഗുരുതര വീഴ്ച പറ്റി. 4 വയസ്സുകാരൻ ചുറ്റിപ്പിടിച്ചപ്പോൾ തന്നെ തൂണ് ഇളകി വീണു എന്നിങ്ങനെയാണ് കണ്ടെത്തൽ. കുട്ടികളടക്കം നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ സുരക്ഷയെ തന്നെ ചോദ്യം ചെയ്ത സംഭവത്തിലാണ് വനം വകുപ്പിന്റെ കടുത്ത നടപടി. കോന്നി MLA അടക്കം ജനപ്രതിനിധികളും ഗുരുതര വീഴ്ചയിൽ നടപടി ആവശ്യപ്പെട്ടിരുന്നു. മരിച്ച 4 വയസ്സുകാരന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആനക്കൂട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. അഭിരാമിന്റെ സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് കടമ്പനാട്ടെ വീട്ടുവളപ്പിൽ നടക്കും. ന്യൂസ് 18 പത്തനംതിട്ട. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലഹരിവേട്ട തുടരുകയാണ്. പോലീസിനെയും എക്സൈസിനെയും വെട്ടിക്കാൻ പല മാർഗങ്ങളാണ് ലഹരി വിൽപ്പനക്കാർ പരീക്ഷിക്കുന്നത്. കോഴിക്കോട് നരിക്കുനിയിൽ ചെരുപ്പ് കടയുടെ മറവിൽ പാൻ മസാല വിൽപ്പന നടത്തിയ യുവാവ് അറസ്റ്റിലായി. മലപ്പുറം വേങ്ങരയിൽ വിൽപ്പനയ്ക്കെത്തിച്ച MDMAയും കഞ്ചാവുമായി 5 പേരെ പോലീസ് പിടികൂടി. കാസർഗോഡ് ചന്തേരയിൽ MDMAയുമായി ഒരു യുവാവും പിടിയിലായിട്ടുണ്ട്. അറസ്റ്റിലായ സബ്രാസ് അഹമ്മദ് വൻ മാഫിയ സംഘങ്ങളുമായി ബന്ധമുള്ള ആളെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കോഴിക്കോട് നരിക്കുനിയിലാണ് ചെരുപ്പുകടയുടെ മറവിൽ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തിയിരുന്നത്. ചിക്കാഗോ ഫുഡ്വെയർ ആൻഡ് ബാഗ്സ് ഉടമ മുഹമ്മദ് മുഹസിനാണ് പിടിയിലായത്. കടയ്ക്കുള്ളിൽ നിന്നും സ്കൂട്ടറിന്റെ സീറ്റിനടിയിൽ നിന്നുമായി 890 പാക്കറ്റ് ഹാൻസ് പിടിച്ചെടുത്തു. കോഴിക്കോട് ജില്ലയിലെ വിൽപ്പനക്കാർക്ക് കർണാടകയിൽ നിന്നുമാണ് ഇയാൾ ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകിയിരുന്നതെന്ന് അധികൃതർ പറയുന്നു. മലപ്പുറത്ത് വേങ്ങര ടൗൺ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ 5 പേരെയാണ് പിടികൂടിയത്. വേങ്ങര ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള ലഹരി വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും പിടിയിലായ സംഘത്തിൽ നിന്ന് 8 ഗ്രാം MDMAയും 40 ഗ്രാമോളം കഞ്ചാവും പിടിച്ചു. വേങ്ങര സ്വദേശികളായ മുഹമ്മദ് ഷരീഫ്, അഫ്സൽ, ഊരകം മമ്പീതി സ്വദേശി പ്രമോദ്, മറ്റത്തൂർ കൈപ്പറ്റ സ്വദേശി റഷീദ്, കണ്ണമംഗലം സ്വദേശി അജിത്ത് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. അതീവ രഹസ്യമായാണ് ഇവിടെ ലഹരി വിൽപ്പന കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. പുലർച്ചെ പോലീസ് തന്ത്രപരമായി അകത്തു പ്രവേശിച്ചാണ് പ്രതികളെ പിടികൂടിയത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി കാസർഗോഡ് മടക്കര തലക്കാട്ട് നടത്തിയ പരിശോധനയിൽ 2.9 ഗ്രാം MDMAയുമായി യുവാവ് ചന്തേര പോലീസിന്റെ പിടിയിലായി. ചെറുവത്തൂർ പയ്യങ്കി സ്വദേശി സബ്രാസ് അഹമ്മദാണ് പിടിയിലായത്. കാസർഗോഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വൻ മാഫിയ സംഘങ്ങളുമായി ബന്ധമുള്ളയാളാണ് പിടിയിലായതെന്ന് പോലീസ് പറയുന്നു. മുമ്പും ഇയാൾ ലഹരിക്കേസിൽ പിടിയിലായിട്ടുണ്ട്.
വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കൊല്ലം നഗരത്തിലും വൻ ലഹരിമരുന്ന് വേട്ട. പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ 109 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. പോലീസിന്റെ മുന്നിൽപ്പെട്ടതോടെ വാഹനം ഉപേക്ഷിച്ച് ഡ്രൈവറും ഒപ്പമുണ്ടായിരുന്നയാളും രക്ഷപ്പെട്ടു. പിന്നീട് 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. വാഹനത്തിൽ കടത്തുകയായിരുന്ന 109 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പോലീസ് പിടികൂടിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ നഗരത്തിൽ പോലീസ് പരിശോധന ശക്തമാക്കിയിരുന്നു. സംശയാസ്പദമായി കണ്ട പിക്കപ്പ് വാൻ പോലീസ് കൈകാണിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും അതിവേഗം മുന്നോട്ടു പോയി. പിന്തുടർന്നെത്തിയ പോലീസിനെ കണ്ട് വാൻ വേഗത കൂട്ടുകയും ആനന്ദവല്ലീശ്വരത്തെത്തിയപ്പോൾ നിയന്ത്രണം നഷ്ടമായി ഡിവൈഡറിലിടിച്ച് നിൽക്കുകയുമായിരുന്നു. പാസ് ചെയ്ത് വരുന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അതനുസരിച്ച് പോലീസ് പാർട്ടി രാത്രി തൊട്ട് തന്നെ നോക്കിക്കൊണ്ടിരുന്നതാണ്. ആ ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മൾ നോക്കിയപ്പോഴാണ് ഈ വണ്ടി വരുന്നത് കണ്ട് പോലീസ് പാർട്ടി ചേസ് ചെയ്ത് വന്നപ്പോഴാണ് ഈ വാഹനം ആനന്ദവല്ലീശ്വരം ഭാഗത്ത് വെച്ചിട്ട് ഡിവൈഡറിലിടിച്ചത്. വാഹനത്തിലെ ചാക്കുകെട്ടുകൾ കണ്ട് വിശദമായി പരിശോധിച്ചപ്പോഴാണ് ലഹരി ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തത്. ഉൽപ്പന്നങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ചതാണെന്ന് പോലീസ് പരിശോധനയിൽ കണ്ടെത്തി. നിലമേൽ കരിന്തലക്കോട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് പിടിയിലായത്. ന്യൂസ് 18 കൊട്ടാരക്കര. കർണാടകയിലെ മുൻ അധോലോക നായകൻ മുത്തപ്പറായിയുടെ മകൻ റിക്കി റായിക്ക് നേരെ വെടിവെപ്പുണ്ടായ കേസാണ് പോലീസ് പെട്രോൾ ഇനി പരിശോധിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ റിക്കിയെ ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിന് പിന്നിൽ ആരെന്ന് കണ്ടെത്താനായിട്ടില്ല. അതേസമയം മുത്തപ്പറായിയുടെ 2ാം ഭാര്യ, അടുത്ത അനുയായി എന്നിവർക്കെതിരെ ഡ്രൈവറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കർണാടകയിലെ മുൻ അധോലോക നായകനും കന്നഡ അനുകൂല സംഘടനയായ ജയ കർണാടകയുടെ സ്ഥാപകനുമായ മുത്തപ്പറായിയുടെ ഇളയ മകൻ റിക്കി റായിയെ വെടിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമം. ഗുരുതരമായി പരിക്കേറ്റ റിക്കിയെ ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച പുലർച്ചെ 1:30 മണിയോടെയാണ് സംഭവം. കാറിൽ സഞ്ചരിക്കുകയായിരുന്ന റിക്കിക്ക് നേരെ വീടിന് സമീപത്തെത്തിയപ്പോഴാണ് വെടിയുതിർത്തത്. ഡ്രൈവറുടെ സൈഡിലാണ് വെടിയുതിർത്തത്. ഡ്രൈവർ തല മുന്നോട്ട് കുനിച്ചതിനാൽ വെടിയേറ്റില്ല. ഇടതുഭാഗത്തിരിക്കുകയായിരുന്ന റിക്കിയുടെ ദേഹത്താണ് വെടിയുണ്ടകൾ പതിച്ചത്. രാമനഗര SP ശ്രീനിവാസ ഗൌഡയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. സാധാരണയായി റിക്കി സ്വയം കാർ ഓടിക്കുകയാണ് പതിവ്. എന്നാൽ വെള്ളിയാഴ്ച രാത്രി മറ്റൊരാളാണ് ഡ്രൈവ് ചെയ്തത്. സംഭവ സമയത്ത് ഗൺമാനും വാഹനത്തിലുണ്ടായിരുന്നു. റഷ്യയിലായിരുന്ന റിക്കി അടുത്തിടെയാണ് നാട്ടിൽ തിരിച്ചെത്തി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ സജീവമായത്. സംഭവത്തിൽ മുത്തപ്പറായിയുടെ 2ാം ഭാര്യ അനുരാധ, അടുത്ത അനുയായിയായിരുന്ന രാകേഷ് മല്ലി എന്നിവർക്കെതിരെ ഡ്രൈവറുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 ബംഗളൂരു. മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരെ ഒരു പതിറ്റാണ്ട് നീണ്ടതാണ് പൊതുപ്രവർത്തകൻ ജോമോൻ പുത്തമ്പുരയ്ക്കലിൻ്റെ നിയമ പോരാട്ടം. ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടതിന് പിന്നാലെ ജോമോൻ മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുകയാണ്. ഹൈക്കോടതി തള്ളിയ ആരോപണങ്ങളിൽ വീണ്ടും അന്വേഷണം ആവശ്യപ്പെടുന്നത് നിയമവിരുദ്ധമാണ്. അഴിമതി കണ്ടെത്താൻ വ്യക്തികളുമായി സംസാരിക്കുന്നത് ഗൂഢാലോചനയല്ലെന്നും KM എബ്രഹാമിൻ്റെ കത്ത് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കാനെന്നും ജോമോൻ പുത്തമ്പുരയ്ക്കൽ പറയുന്നു. ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം നൽകിയ പരാതിക്ക് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്കുള്ള ജോമോൻ പുത്തമ്പുരയ്ക്കലിന്റെ കത്ത്. KM എബ്രഹാമിന്റെ ആരോപണങ്ങൾ ജോമോൻ നിഷേധിക്കുന്നു.
ഹൈക്കോടതി തള്ളിയ ആരോപണങ്ങളിൽ വീണ്ടും അന്വേഷണം ആവശ്യപ്പെടുന്നത് നിയമവിരുദ്ധമാണ്. KM എബ്രഹാമിനെതിരെ വിജിലൻസ് കോടതിയെ സമീപിച്ചതിലുള്ള വ്യക്തിവിരോധം തീർക്കാനാണ് താൻ PWD റെസ്റ്റ് ഹൗസ് ദുരുപയോഗം ചെയ്തെന്ന അന്വേഷണം ആരംഭിച്ചത്. ഇതിനായി PWD ബിൽഡിംഗ് വിഭാഗം ചീഫ് എഞ്ചിനീയറുമായി KM എബ്രഹാം ഗൂഢാലോചന നടത്തി. തന്റെ ഭാഗം കേൾക്കാതെ തയ്യാറാക്കിയ ധനകാര്യ പരിശോധനാ റിപ്പോർട്ട് നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റി തള്ളിയിരുന്നു. ഗൂഢാലോചന ആരോപണം ആവർത്തിക്കുന്നത് CBI അന്വേഷണത്തിന്റെ ജാള്യത മറയ്ക്കാനാണ്. അഴിമതി പുറത്തു കൊണ്ടുവരാൻ വ്യക്തികളുമായി സംസാരിക്കുന്നത് ഗൂഢാലോചനയല്ലെന്നും ജോമോൻ പരാതിയിൽ പറയുന്നു. CBI അന്വേഷണത്തിനുള്ള ഹൈക്കോടതി വിധി പകർപ്പ് കൂടി ചേർത്താണ് മുഖ്യമന്ത്രിക്ക് ജോമോൻ പരാതി നൽകിയത്. അനധികൃത സ്വത്ത് സമ്പാദന പരാതി അന്വേഷിക്കാമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് KM എബ്രഹാമിനെതിരെ CBI പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം മണക്കാട് ഇസ്താംബുൾ ഹോട്ടലിൽ നിന്ന് ഷവർമ കഴിച്ച 14 കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റതായി പരാതി. ഹെൽത്ത് സ്ക്വാഡ് സ്ഥലത്ത് പരിശോധന നടത്തി. കോട്ടയത്ത് പോലീസ് സബ് ഇൻസ്പെക്ടറെ കാണാനില്ലെന്ന് പരാതി. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ SI പത്തനംതിട്ട കീഴ്വായ്പൂർ സ്വദേശി അനീഷ് വിജയനെ കാണാനില്ലെന്നാണ് പരാതി. മൂന്നാറിൽ വീണ്ടും അപകടയാത്ര. ഗ്യാപ് റോഡിലാണ് തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വാഹനത്തിൽ യുവാക്കൾ സാഹസിക യാത്ര നടത്തിയത്. കോഴിക്കോട് ഫാറൂഖ് പാലത്തിന് സമീപം പുഴയിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. പാളയം കോവിലകം സ്വദേശി സുമയാണ് മരിച്ചത്. അർബുദ രോഗബാധിതയായിരുന്ന സുമ പുഴയിൽ ചാടി ജീവൻ ഒടുക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. കാസർഗോഡ് പാലക്കുന്ന് ഗ്രീൻവുഡ്സ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ചോദ്യപേപ്പർ ചോർത്തിയ സംഭവത്തിൽ ബേക്കൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പ്രിൻസിപ്പൽ ഇൻചാർജ് P. അജീഷിനെതിരെയാണ് കേസെടുത്തത്. സമയം പകൽ 12 മണി. കൊച്ചി നഗരമധ്യത്തിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നതറിഞ്ഞാണ് എറണാകുളം സെൻട്രൽ പോലീസ് അവിടെ എത്തിയത്. തമിഴ്നാട് സ്വദേശിനിയായ സ്ത്രീയെ നടുറോഡിൽ ഉപദ്രവിക്കുന്നത് കണ്ടതോടെ പോലീസ് സംഭവത്തിൽ ഇടപെട്ടു. പിന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയായി ആക്രമണം. ബ്ലേഡ് കൊണ്ടും കമ്പി വടി കൊണ്ടും പോലീസുകാരെ ആക്രമിച്ച തമിഴ്നാട് സ്വദേശിയെ ഏറെ പ്രയാസപ്പെട്ടാണ് കീഴ്പ്പെടുത്തിയത്. ആക്രമണത്തിൽ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെ SI രാജേന്ദ്രൻ പിള്ള, CPO വിജീഷ് എന്നിവർക്ക് പരിക്കേറ്റു. കേസിൽ പ്രതികളെ 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്നാണ് വിവരം. ഇങ്ങനെയുള്ള നാടോടികളും ഇതര സംസ്ഥാനക്കാരും നമ്മുടെ നാടിൻ്റെ സ്വൈര്യ ജീവിതം തകർക്കുകയാണ്. ഇപ്പോഴേ കടുത്ത നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഇവർ വലിയ വിപത്തായി മാറിയേക്കാം. ഇതോടെ ഇന്നത്തെ പോലീസ് ഫുട്ബോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.